നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. കാസർഗോഡ് വൻ കവർച്ചയ്ക്ക് പദ്ധതി, 3 പേർ അറസ്റ്റിൽ. ധ്യാനത്തിൽ ലയിച്ച് ലോകം, നാടും നഗരവും യോഗ അഭ്യസിച്ചു. ചേരങ്കൈ കടപ്പുറത്ത് കടൽ കരിതുള്ളുന്നു, നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. കനത്ത കാറ്റും മഴയും, മരങ്ങൾ കടപുഴകി വീണു, റോഡ് ഗതാഗതം താറുമാറായി, വൈദ്യുതി മുടങ്ങിയത് മണിക്കൂറുകൾ നേരം. കാലവർഷത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകിയതിലുള്ള അപാകത പരിഹരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. കർഷകരോടുള്ള നിഷേധാത്മക നിലപാട് തിരുത്തണമെന്നും ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് വൻ കവർച്ചയ്ക്ക് പദ്ധതി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഉപ്പള പത്വാടി സന്തോടിയിലെ ഓട്ടോ ഡ്രൈവർ അബൂബക്കർ സിദ്ദീഖ്, ബായാർ പദവ് കോളനി ഹൌസിൽ മുസമ്മിൽ, പൈവളികെ ചെറുകോളി ആയിഷ മൻസിലിൽ അബ്ദുൽ നാസർ എന്നിവരെയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് ചീഫ് ഡോക്ടർ A. ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരത്തു നിന്നും 2 ലക്ഷം രൂപയും സ്വർണവും കവർച്ച ചെയ്ത കേസിലെ പ്രതികളാണ് മൂവരും. ഈ കേസിൽ 2014 ജൂലൈയിൽ അറസ്റ്റിലായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു. ഡിസംബറിലാണ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം കർണാടകയിലെ വിട്ല, കബക്ക ഭാഗങ്ങളിൽ പട്ടാപ്പകൽ വീടുകളിൽ കവർച്ച നടത്തുകയായിരുന്നു. കർണാടക പോലീസ് കവർച്ചക്കാരെ തിരഞ്ഞു നടക്കുന്ന സമയം കബക്കയിൽ നിന്നും 4 രജിസ്ട്രേഷനുള്ള പൾസർ ബൈക്ക് മോഷ്ടിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും കവർച്ചാ സംഘം കാസർകോട്ടേക്ക് തിരിച്ചിരിക്കുകയാണെന്നും പ്രതികൾ മനസ്സിലാക്കി. പിന്നീട് കർണാടക പോലീസ് കാസർഗോഡ് ജില്ലാ പോലീസ് ചീഫിന് വിവരം കൈമാറുകയായിരുന്നു. കാസർഗോഡ് പോലീസിന്റെ അന്വേഷണത്തിൽ 3 ദിവസം മുമ്പ് തന്നെ പ്രതികൾ കാസർഗോഡ് എത്തിയതായി വിവരം ലഭിച്ചു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും കഴിഞ്ഞ ദിവസം പിടികൂടുകയുമായിരുന്നു. കാസർഗോഡ് വൻ കവർച്ചയ്ക്ക് പദ്ധതിയിട്ടാണ് ഇവിടെ എത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. SI ഫിലിപ്പ് തോമസ്, നാരായണൻ നായർ, CK ബാലകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ, ശ്രീജിത്ത് തുടങ്ങിയവരും പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ധ്യാനത്തിൽ ലയിച്ച് ലോകം, നാടും നഗരവും യോഗ അഭ്യസിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ യോഗ അരങ്ങേറി. ജില്ലാ ഭരണകൂടത്തിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും ജില്ലാ പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള യോഗാ ദിനം ജില്ലാ ആസ്ഥാനത്താണ് നടന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മിക്ക വിദ്യാലയങ്ങളിലും യോഗ ആചരിച്ചു. കളക്ടറേറ്റിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒരു സുഖം കിട്ടുന്ന ഒന്നാണ് യോഗ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ആരോഗ്യത്തോടെ നമ്മുടെ ശരീരത്തെ നാം നിലനിർത്തണമോ അതിനേക്കാൾ കൂടുതൽ ആരോഗ്യത്തോടെ നമ്മുടെ മനസ്സിനെയും നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് എല്ലാ ക്രൈസിസിനെയും പ്രതിസന്ധിയും അഭിമുഖീകരിക്കാൻ സാധിക്കുള്ളൂ. അതാണ് യോഗയുടെ ഫലം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കളക്ടർ PS മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CV വിജയൻ, ഡോക്ടർ KG ബോസ്, B ജയന്ത് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് കാല് തിരിക്കാം. കാസർഗോഡ് ശ്രീ പാണ്ഡുരംഗ ക്ഷേത്ര ഹാളിൽ നടന്ന യോഗാഭ്യാസത്തിൽ നിരവധി പേർ പങ്കെടുത്തു. 16 വർഷമായി ഇവിടെ യോഗാഭ്യാസം നടന്നുവരുന്നു. ശ്രീധര മഞ്ഞപ്പാടിയുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നുവരുന്നത്. മുപ്പതോളം പേർ പങ്കെടുത്തു. ലോക യോഗാ ദിനത്തിലും ഇവിടെ പ്രൗഢമായ രീതിയിൽ യോഗ നടന്നു. മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകുന്ന യോഗയിൽ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ പങ്കെടുത്തു. ചിന്മയ വിദ്യാലയത്തിൽ യോഗാചാര്യൻ ശിവരായ ഭട്ട് അധ്യക്ഷത വഹിച്ചു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാമിനി കാശികാനന്ദ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾ യോഗ അഭ്യസിച്ചു. പ്രിൻസിപ്പൽ പുഷ്പരാജ്, ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. ദ്വാരക നഗർ ബ്രഹ്മകുമാരി മഠത്തിൽ ഒരാഴ്ച നീണ്ട യോഗ ക്ലാസുകൾക്ക് ഞായറാഴ്ച സമാപനമായി. പ്രത്യേക ധ്യാനവും രാജയോഗവും ഉണ്ടായിരുന്നു. കളക്ടർ മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു.
ആരോഗ്യകരമായ കാലത്ത് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഈ യോഗ അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം മറ്റു സ്ഥലങ്ങളിൽ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം. ഡോക്ടർ സുമതി ഗണേഷ്, ഡോക്ടർ സൂരജ്, മംഗള, ജയരാജ് കൊറക്കോട്, വിജയലക്ഷ്മി എന്നിവർ സംബന്ധിച്ചു. ചേരങ്കൈ കടപ്പുറത്ത് കടൽ കലിതുള്ളുന്നു. നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. ഞായറാഴ്ച വൈകിട്ടോടെയാണ് കടൽക്ഷോഭം ആരംഭിച്ചത്. വടക്കൻ കേരളത്തിൽ മഴ ശക്തി പ്രാപിച്ചതോടെ ജില്ലയുടെ പല ഭാഗത്തും രൂക്ഷമായ കടലാക്രമണം തുടരുകയാണ്. ഈ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ ഭീതിയോടെയാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നത്. പലരും വീട് വിട്ടുപോകേണ്ട സ്ഥിതിയാണുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണെങ്കിൽ പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. നെല്ലിക്കുന്ന്, ചേരങ്കൈ എന്നീ പ്രദേശങ്ങളിൽ രൂക്ഷമായ കടൽക്ഷോഭമാണുള്ളത്. ഈ പ്രദേശങ്ങൾ നെല്ലിക്കുന്ന് MLAയും റവന്യൂ അധികൃതരും സന്ദർശിച്ചു. ജില്ലയിൽ കനത്ത കാറ്റും മഴയും. മരങ്ങൾ കടപുഴകി വീണു. റോഡ് ഗതാഗതം താറുമാറായി. വൈദ്യുതി മുടങ്ങിയത് മണിക്കൂറുകൾ നേരം. ശക്തമായ കാറ്റും മഴയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലുണ്ടായത്. മഴയെ തുടർന്ന് പല ദിക്കിലും മരങ്ങൾ കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. മണിക്കൂറുകളോളമാണ് വൈദ്യുതി മുടങ്ങിയത്. അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി റോഡിൽ വീണതു കാരണം പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ചെങ്കള, സന്തോഷ് നഗർ, കാറടുക്ക പഞ്ചായത്തിലെ കർമ്മംതൊടി എന്നിവിടങ്ങളിൽ മരങ്ങൾ റോഡിൽ വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. സന്തോഷ് നഗറിൽ റോഡരികിലെ അക്വേഷ്യ മരമാണ് പൊട്ടിവീണത്. ഇതുമൂലം 1 മണിക്കൂർ നേരത്തോളമാണ് ഗതാഗതം സ്തംഭിച്ചത്. കർമ്മംതൊടിയിൽ മാവ് കടപുഴകി റോഡിലേക്ക് വീഴുകയായിരുന്നു. വൈകുന്നേരം 5:30യോടെയാണ് സംഭവം. റോഡരികിലെ കൂറ്റൻ മാവാണ് റോഡിലേക്ക് വീണത്. ഈ സമയം റോഡിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. വിവരമറിഞ്ഞ് കാസർഗോഡ് നിന്നും അഗ്നിശമന സേന എത്തി 2 ഇടങ്ങളിൽ നിന്നും മരം നീക്കുകയായിരുന്നു. അരമണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് മരം നീക്കം ചെയ്യാൻ സാധിച്ചത്. ഇത്രയും സമയം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയായിരുന്നു. ഹൊസ്ദുർഗ് താലൂക്കിലെ ചില ഭാഗങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. ചില പ്രദേശങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച പുലർച്ചെയുമുണ്ടായ കാറ്റിൽ പലയിടങ്ങളിലും കനത്ത നാശം സംഭവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി. മണിക്കൂറുകളോളമുള്ള വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധിച്ച് ചെർക്കളയിൽ നാട്ടുകാർ വൈദ്യുതി വകുപ്പ് ഓവർസിയറെ ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടു. കാലവർഷത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകിയതിൽ അപാകതയുണ്ടെന്നും ഇത് പരിഹരിക്കണമെന്നും കിസാൻ സഭ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷനിലായിരുന്നു ഈ ആവശ്യം. മുൻവർഷം കാലവർഷത്തിൽ കൃഷിനാശം സംഭവിച്ച മുഴുവൻ കർഷകർക്കും നഷ്ടപരിഹാരം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്ന് കിസാൻ സഭ ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരത്തിനായി തയ്യാറാക്കിയ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണം. ഭൂനികുതി വർധന പിൻവലിക്കുന്നതോടൊപ്പം മുൻകാല പ്രാബല്യത്തോടെ നികുതി പിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് MN സ്മാരകത്തിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് V ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. വലിയ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയാണ്. കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ ഈ പ്രതിസന്ധി കേരളത്തെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 90% റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് രാജ്യത്തുള്ള ഉൽപ്പാദനത്തിൻ്റെ ഈ കേരളത്തിലാണ്. ബംഗളം P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KV കൃഷ്ണൻ, KS കുര്യാക്കോസ്, M സഞ്ജീവ ഷെട്ടി എന്നിവർ പ്രസംഗിച്ചു. M അസീനാർ സ്വാഗതം പറഞ്ഞു. ഇനി പുണ്യം തേടി. SYS അരിമല കമ്പാർ ശാഖകൾ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. SYS ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖുർആൻ വിളിക്കുന്നു പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു റിലീഫ് നടത്തിയത്. SYS ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖുർആൻ വിളിക്കുന്നു എന്ന പരിപാടിയുടെ ഭാഗമായി മഞ്ചേശ്വരം, അരിമല, കടമ്പാർ യൂണിറ്റുകൾ ശനി ഞായർ ദിവസങ്ങളിലായി റംസാൻ കിറ്റ് വിതരണം ചെയ്തു. സ്ത്രീകളടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. റിലീഫ് വിതരണത്തിന് റഹീം അരിമല, ലത്തീഫ് ബനാന, കരീം കാജൂർ, മുസ്തഫ കടമ്പാർ, മുനീർ അരിമല, സമീർ പൊസോട്ട് എന്നിവർ നേതൃത്വം നൽകി. അടുത്ത റബ്ബുൽ അവ്വൽ മാസത്തിൽ പാവപ്പെട്ട 5 പെൺകുട്ടികളെ കണ്ടെത്തി 5 പവൻ സ്വർണം വീതവും കല്യാണാവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു വിഷയങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ സന്താന പ്രവർത്തനം മാത്രമല്ല, ഇതിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം 70 കുടുംബങ്ങൾക്ക് 70 വീടുകൾ എന്ന ഒരു വലിയ പദ്ധതിയും കൂടി SYSന്റെയും SSFന്റെയും നേതൃത്വത്തിലുള്ള ഈ യൂണിറ്റ് തന്നെ ഇൻഷാ അല്ലാഹ് നടത്താനുള്ള പ്രയത്നത്തിനും തീരുമാനത്തിനുമുണ്ട്. ആ തീരുമാനവും അടുത്ത് തന്നെ നടപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തകരും അതിനുള്ള നേതാക്കന്മാരും കർമ്മരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിജയിക്കും എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. ഒന്നും കഴിയാത്ത വളരെയധികം വിഷമത്തിലുള്ള പലരും ഈ സൽക്കർമ്മം കൊണ്ട് വലിയ കാര്യമായ അടുത്ത പ്രദേശത്തൊന്നും
ഈ നിലക്ക് കാണാത്ത ഒരു നല്ലൊരു സംരംഭമായി ഇത് കാണുന്നു. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി കാഞ്ഞങ്ങാട് ജെ.സി. വൈദ്യുതി വകുപ്പിന്റെ സഹകരണത്തോടെയുള്ള സെമിനാറുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ജെ.സി.സ് പ്രവർത്തകർ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയത്. വൈദ്യുതി വകുപ്പ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷന്റെ സഹകരണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള സെമിനാറുകൾക്ക് തുടക്കം കുറിച്ചു. ബല്ലാഹിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിഇഒ സൗമിനി കല്ലത്ത് സെമിനാറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ജെ.സി.സ് പ്രസിഡന്റ് സി.കെ. ആസിഫ് അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് കെ.കെ. സതീഷ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സീതാരാമൻ ക്ലാസ് എടുത്തു. പല സമയത്തും തടസ്സത്തോടു കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എല്ലാവർക്കും അറിയാം, അത് വൈദ്യുതി എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഒരുപാട് നമ്മൾ പറയുമെങ്കിലും നമ്മുടെ വീട്ടിൽ സപ്ലൈ പോകുമ്പോൾ എല്ലാവരും വളരെ വിഷമത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഒരു പക്ഷേ ശപിച്ചുകൊണ്ട് ഒരു ചെറിയൊരു പരിധിവരെ ശപിച്ചുകൊണ്ടും, പിന്നെ ഈ അടുത്ത് ഒരു സെക്ഷൻ ഓഫീസിൽ വൈദ്യുതി പോയപ്പോൾ വൈദ്യുതി ഓഫീസിൽ വിളിച്ച് ചീത്ത വിളിക്കുകയാണ്. ചീത്ത മാത്രമല്ല, അദ്ദേഹത്തിന് ജാതി പേരടക്കം വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. അപ്പോൾ ജനങ്ങൾക്ക് തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഒരു മിനിറ്റ് പോലും വൈദ്യുതി പോയാൽ അത് സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിയിട്ടുണ്ട്. പ്രധാനാധ്യാപകൻ എൽ വസന്തൻ, വി കൃഷ്ണൻ, ദിലീപ് ടി ജോസഫ്, KV സതീശൻ, വി ശ്രീജിത്ത്, പ്രഭാകരൻ, പ്രകാശൻ മാസ്റ്റർ, ശൈല മാത്യു എന്നിവർ സംസാരിച്ചു. K രാജേന്ദ്രൻ സ്വാഗതവും അഷറഫ് കൊളവയൽ നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫോട്ടോ പതിച്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പേര് ചേർക്കുന്നതും ആക്ഷേപങ്ങളും ജൂലൈ 15 വരെ സ്വീകരിക്കും. ചെങ്കള കൃഷിഭവനിൽ കുരുമുളക് വള്ളി വിതരണം ചെയ്യും. ആവശ്യമുള്ളവർ ജൂൺ 25-നകം അപേക്ഷിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി അദാലത്ത് ജൂലൈ 11 നടക്കും. കാസർഗോട്ടാണ് പരിപാടി. ജില്ലയിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തണമെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ M. അസൈനാർ അധ്യക്ഷത വഹിച്ചു. SKSSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റമസാൻ പ്രഭാഷണം 24 മുതൽ 29 വരെ ഒസങ്കടിയിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നന്മയുടെ വസന്തം നേരിന്റെ സുഗന്ധം എന്ന പ്രമേയവുമായി SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ റംസാൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് റംസാൻ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. വിവിധ ദിവസങ്ങളിലായി അസൻ സഖാവി പൂക്കോട്ടൂർ, അലി അക്ബർ ബാഗവി, ഖലീൽ ഉദവി, ബഷീർ ബാഗവി, കീഴ്ശ്ശേരി, ഷൌക്കത്ത് അലി വെള്ളമുണ്ട തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. പരിപാടിയിൽ 1500ഓളം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. നന്മയുടെ വസന്തം നേരിന്റെ സുഗന്ധം എന്ന പ്രമേയത്തിൽ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മഞ്ചേശ്വരം മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണം ജൂൺ 24 മുതൽ 29 വരെ വസന്തകളിൽ പ്രത്യേകമായി സജ്ജമാക്കിയ ശംസുൽ ഉലമ നഗറിൽ വെച്ച് നടക്കുകയാണ്. ഇസ്മായിൽ മച്ചമ്പടി, മുഹമ്മദ് ഫൈസി കജി, സിദ്ദീഖ് അസരി പാത്തൂർ, അബ്ദുറഹ്മാൻ കടുംബാർ, KT അബൂബക്കർ ഹാജി, അബ്ദുൽ ഖാദർ ഹാജി, ഇബ്രാഹിം ഹാജി, സഫ മൂസ, യുമാക്സ് ഇബ്രാഹിം, ഇസ്മായിൽ അസ്ഹരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് വൻ കവർച്ചയ്ക്ക് പദ്ധതി, 3 പേർ അറസ്റ്റിൽ. ധ്യാനത്തിൽ ലയിച്ച് ലോകം, നാടും നഗരവും യോഗ അഭ്യസിച്ചു. ചേരങ്കൈ കടപ്പുറത്ത് കടൽ കരിതുള്ളുന്നു, നിരവധി കുടുംബങ്ങൾ ഭീതിയിൽ. കനത്ത കാറ്റും മഴയും, മരങ്ങൾ കടപുഴകി വീണു, റോഡ് ഗതാഗതം താറുമാറായി, വൈദ്യുതി മുടങ്ങിയത് മണിക്കൂറുകൾ നേരം. കാലവർഷത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകിയതിലുള്ള അപാകത പരിഹരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. കർഷകരോടുള്ള നിഷേധാത്മക നിലപാട് തിരുത്തണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.